ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ ദുർഗയായിട്ട് കിരണിന് ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നേ. അത് തനിക്ക് തോന്നുന്നതാ. അവര് നല്ല ഫ്രണ്ട്സാ. എന്തോ എനിക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. താൻ ഇഷ്ടപ്പെടണ്ട, അയാളെ ഇഷ്ടപ്പെടാനേ വേറെ ആൾക്കാരുണ്ട്. ഇന്നലെ അവിടെ എല്ലാരും ഉണ്ടായിരുന്നോ? സൗദാമിനി അമ്മയെ കണ്ടില്ല. അവളെന്നെ വിളിച്ചിരുന്നു. മൂകാംബിക ക്ഷേത്രത്തിലെ വഴിപാടിന് പോയി എന്ന് പറഞ്ഞു. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ പോയേനെ. വിളിക്കുമ്പോഴൊക്കെ ദുർഗയുടെ കാര്യം തന്നെയാ സൗദാമിനി പറയുന്നത്. പാവം കുട്ടി. അതിപ്പോ ദുർഗയുടെ അമ്മ ജയശ്രീയും ഒരു പാവം തന്നെയായിരുന്നു. കോളേജിൽ എന്ത് ആക്റ്റീവായിരുന്നു. എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ കാണും. പോലീസിൽ ജോലി കിട്ടിയിട്ടും എല്ലാവരെയും സഹായിക്കുന്ന പരിപാടി നിർത്തിയില്ല. അങ്ങനെ എല്ലാരെയും സഹായിക്കുമ്പോ അതിഷ്ടമാവാത്ത ആൾക്കാരും കാണുമല്ലോ. അങ്ങനെ എന്തൊക്കെയോ അലിഗേഷൻസിൽ പെട്ടുപോയതാ പാവം. ഹലോ, എന്റെ സിന്ധു ലീവ് കിട്ടാത്തോണ്ടല്ലേ ഞാൻ വരാത്തത്. നിങ്ങൾ വെറുതെ പറയുവാ. 1-2 ദിവസമൊക്കെ നിങ്ങൾ വിചാരിച്ച എന്തെങ്കിലും നുണ പറഞ്ഞൊന്ന് വന്നിട്ട് പോകുന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായ ഞാൻ പറന്നവിടെ എത്തും. എന്ത് പോരെ പോരെ. ഇവിടുത്തെ മോട്ടോർ കംപ്ലൈന്റ്, അത് നന്നാക്കുന്ന കാര്യം പറഞ്ഞിട്ട് എന്തായി? അയ്യയ്യേ, അത് ഞാൻ രാഘവനെ വിളിച്ച് പറഞ്ഞല്ല. അവൻ വന്നില്ലേ? ഇവിടെ ആരും വന്നില്ല. അയ്യോ, സത്യമായിട്ട് സിന്ധു ഞാൻ വിചാരിച്ച അവൻ വന്നല്ല ശരിയായി കാണുമെന്നാ. ഇവിടെ ആരും വന്നിട്ടില്ല. ഇനി ഞാനത് കിണറ്റിൽ ഇറങ്ങി ശരിയാക്കണോ? അയ്യോയ്യോയ്യോ, അങ്ങനെയൊന്നും പറഞ്ഞു കളയല്ലേ. നീ എന്റെ ചങ്കാണ്. ഞാൻ ഒരു കാര്യം ഒന്നുകൂടെ രാഘവനെ വിളിച്ച് പറയാം. അടുക്കളയിലെ ട്യൂബ് കിടന്ന് മിന്നുവാ, അത് മാറാനോ? അത് ഞാൻ ശരിയാക്കിത്തരാം. എന്താ പോരെ, അത് ഞാൻ ശരിയാക്കിത്തരാം. നിങ്ങൾക്ക് ഒരു ദിവസം വന്ന് ഇതൊക്കെ ശരിയാക്കിട്ട് പോയാലെന്താ? എന്നെ പൊന്നു സിന്ധു, വരാൻ പറ്റിയാ ഞാൻ വരൂലേ? നിങ്ങൾ വരില്ല. ഈ വീടിന് പുറത്തിറങ്ങിയാ പിന്നെ നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഒരു ചിന്തയില്ല. എന്റെ പൊന്നു സിന്ധു, അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാണ്. ഞാൻ ഒരു സത്യം പറയട്ടാ. സത്യം പറയട്ടാ. അതെ, ഇപ്പൊ എന്താണെന്ന് അറിഞ്ഞൂടാ. എന്റെ മനസ്സ് മൊത്തം നീയാണ്. ഊണിലും ഉറക്കത്തിലും എല്ലാം നീയാണ്. അതെന്ത് സിന്ധു അങ്ങനെ? ഇഷ്ടം കൊണ്ടായിരിക്കും അല്ലേ? ആയിരിക്കും. അതെ, ചിലപ്പോ ആയിരിക്കും. അതെ, ഞാൻ വിളിക്കാമേ. എനിക്ക് വേറൊരു കോള് വരുന്നുണ്ട്. മോട്ടന്റെ കാര്യം വിളിച്ചു പറയാൻ മറക്കണ്ട. ശരി, ഞാൻ ഇപ്പൊ പറയാ മാത്രമല്ല അവന് 2 ചീത്ത വരെ കൊടുക്കും. ആയിക്കോട്ടെ. കുട്ടേട്ടാ, ഒരു മിനിറ്റ് ഒന്ന് വന്നേ. വാ കുട്ടേട്ടാ, എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യണം. എന്ത്? ഇവിടത്തെ മോട്ടോർ അടിച്ചു പോയാ? മോട്ടറോ? അത് വേറെ കഥ. മോള് പറ, എന്താണ് വേണ്ടത്? ദേ, ഈ കത്ത് കണ്ടോ? ഇതിന്റെ പല ഭാഗങ്ങളും പഴക്കം കൊണ്ട് മാഞ്ഞു പോയിട്ടുണ്ട്. ദേ, ഇതൊന്ന് നമുക്ക് ചികഞ്ഞെടുക്കണം. പ്രത്യേകിച്ച് അഡ്രസ്, ആരാണ് അയച്ചത്, ആർക്കാണ് അയച്ചത്, അതൊക്കെ അറിയണം. അത് നമുക്ക് ശരിയാക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കക്ഷി എന്റെ കയ്യിലുണ്ട്. ഞാൻ നേരിട്ട് പോയി സംസാരിച്ച് വിവരങ്ങൾ തിരക്കാം. എന്ത് പോരെ? അത് മതി. പിന്നെ കിരൺ അറിയണ്ട. മനസ്സിലായി. ഞാൻ പറയില്ല. ആളെ നമ്മൾ കണ്ടുപിടിച്ച് ഉറപ്പിച്ചിട്ട് മുന്നിൽ കൊണ്ട് നിർത്തി കൊടുക്കും. എന്ത് മതി? പോരെ? ശരി. അല്ല മോളെ, ഞാൻ എന്തായാലും പോകുന്ന വഴിക്ക് ഒന്ന് വീട്ടിൽ കയറിയിട്ട് വരാം. മോട്ടർ കേടായി, ലൈറ്റ് മിന്നണു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ കിടന്ന് ഭയങ്കര ബഹളം. അല്ല, ചേച്ചിയെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നില്ലേ? അയ്യോ, അതല്ല, ഞാൻ അവളെ ഒരുപാട് പ്രാവശ്യം വിളിച്ചതാ. പക്ഷെ അവള് വരൂല. എന്നാ ഞാൻ ഇപ്പൊ തന്നെ. ശരി.
അയ്യോ പാവം കാറിന് നോവും. ശക്തിയായിട്ട് തേച്ചൊരിച്ച് കഴുകിടോ ഡ്രൈവർ പയ്യ. അതെ, എന്റെ ജോലി ഞാൻ ചെയ്തോളാം. അല്ല, മേഡം ഇപ്പോഴാണ് എഴുന്നള്ളുന്നേ? ആ, ഇപ്പോഴാവുമ്പോ ജോലി ഒന്നും ചെയ്യണ്ടല്ലോ അല്ലേ? ചന്ദ്രാമ എല്ലാം തീർത്ത് കാണും. ഇന്നലെ നല്ലൊരു സ്വപ്നം കണ്ടു. അതുകൊണ്ട് തീരെ ഉറങ്ങാൻ പറ്റിയില്ല. ഇത്രയും നേരം കിടന്ന് ഉറങ്ങിപ്പോയി. എന്തായിരുന്നു സ്വപ്നം? അടിപൊളി സ്വപ്നമായിരുന്നു. എല്ലാവരും കൂടി ഒരു ടൂർ പോയി. അങ്ങ് കൊടൈക്കനാലില്. ഇവിടെ ഉള്ളവരും പിന്നെ ദുർഗയും കിരൺ ചേട്ടനും. ആര്? ആ കിരൺ ചേട്ടൻ, ആ ദുർഗ ചേച്ചിയുടെ ഫ്രണ്ട്. ഇവിടെ ഉള്ള ഒരു ടൂർ പോകുമ്പോ അയാളെന്താ വരുന്നേ? എങ്കിൽ ഞാൻ ടൂർ വരത്തില്ലായിരുന്നല്ലോ. കിരൺ ചേട്ടന്റെ കാര്യം അവസാന നിമിഷമാണ് പ്ലാൻ ചെയ്തത്. പിന്നെ അവരെ കൂടെ കൊണ്ടുപോവാന്ന് കരുതി. എന്നാലും അത് വേണ്ടായിരുന്നു. ആപത്ത് ഘട്ടത്തിലെ തന്റെ ജീവൻ രക്ഷിച്ചത് കിരൺ ചേട്ടനാ. അപ്പൊ താൻ തന്നെ ഇത് പറയണം. എന്റെ ജീവൻ രക്ഷിച്ചെന്നോ? ആര്? കിരൺ ചേട്ടൻ തന്നെ. കാല് തെറ്റി ഗുണാക്കേവില് വീണ തന്നെ കൂടെ ചാടി രക്ഷപ്പെടുത്തിയത് കിരൺ ചേട്ടന്. കൊടൈക്കനാലിലും ഗുണാക്കേവിലും കിരണുമായിട്ട് ഇവളിത് എപ്പോ പോയി? ഹോ, എന്തൊരു ധൈര്യം ആ മനുഷ്യന്. ഞാൻ കയറി വന്നേനല്ലോ, അയാളെന്തിനാ കൂടെ ചാടിയത്? എടോ, മനുഷ്യനായാലേ കുറച്ച് നന്ദി വേണം. ഞാൻ പറഞ്ഞത് അവിടെ കിടന്നോട്ടേന്ന് പുള്ളി കേക്കണ്ടേ? ഞാൻ ടൂർ വന്നതേ തെറ്റ്. എന്റെ ജീവൻ രക്ഷിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ഹ? അതിനെതിരെ താൻ ചൂടാവുന്നേ? ഇത് ഞാൻ സ്വപ്നം കണ്ടതല്ലേടോ മണ്ട. ലോക മണ്ഡലത്തിലും സ്വപ്നമായിട്ട് കണ്ടതും പോരാ, അതിൽ കിരണെ ഉൾപ്പെടുത്തി അത് വന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നു. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ആ കിരൺ ചേട്ടൻ എന്ന് പറയുന്ന ആൾ അത്ര ഡീസന്റ് ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ആര് പറഞ്ഞു? പുള്ളി ഒരു പാവ. ഇന്നലെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചതല്ലേ. ഇവിടെ അതിന്റെ ഇടയ്ക്ക് അവനുമായിട്ട് കുറെ സംസാരിച്ചെന്നോ? ആ ദുർഗയായിട്ട് കിരണിന് ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നേ. ഏയ്, അത് തനിക്ക് തോന്നുന്നതാ. അവര് നല്ല ഫ്രണ്ട്സാ. എന്തോ എനിക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. താൻ ഇഷ്ടപ്പെടണ്ട. അയാളെ ഇഷ്ടപ്പെടാനേ വേറെ ആൾക്കാരുണ്ട്. അതാര്? അങ്ങനെ തീർച്ചപ്പെടുത്താറൊന്നും ആയിട്ടില്ല. ഒന്നുകൂടെ ഒന്ന് കൺഫേം ആവട്ടെ, ഞാൻ പറയാം. ഞാൻ വിചാരിക്കുന്ന പോലെയൊക്കെ നടന്ന അത് കിരൺ ചേട്ടന്റെ ഭാഗ്യമായിരിക്കും. താൻ എന്തായാലും കാറ് കഴുകും, ഞാൻ പോവാ.